തരാന്നേ, എന്തായാലും തരും. നാളെ വൈകുന്നേരം 5 മണി ഉറപ്പ്. നിങ്ങളൊന്നും പറയരുത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെയല്ല. ഇത് നാളെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും തരും. സത്യം, ഞാൻ എന്തായാലും നാളെ തരും നിങ്ങൾക്ക്. നിന്റെ അച്ഛൻ രാമവൈദ്യനെ ഓർത്തിട്ട് ഒറ്റ പ്രാവശ്യത്തെ കൂടി സമയം തരാം. നാളെ വൈകിട്ട് 5 മണിക്ക് എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ നീ വിവരം അറിയും. ഓരോ ചെയ്ത് ഇവിടെ കണക്കും പീടിയും ആരോടഞ്ഞ് പോയി ചോദിക്കും. എടോ 1.5 ചായ ഉണ്ടോ? ആ ഉണ്ട്. എത്ര വേണ്ടേ? ഒരു 150 100 എടുത്തോ. എടോ ആളുണ്ടാക്കിയ അത് ഇവിടെ ഉണ്ടേന്ന് നോക്കിയിട്ട് കാണുന്നില്ല. എന്താണ് ഭായി, ഒരു ആണി പോയില്ലാതെ ആലോചിച്ചപ്പോ. അതെ, നീ നോക്കിയെടുത്ത് വെച്ചോ, അനക്കനെ ഉപകാരപ്പെടും. എന്താടി? അല്ലാന്ന് ഇന്നല്ലേ ബാനേച്ചിനോട് വാങ്ങി 500 രൂപ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ബാനേച്ചിനോട് ഞാൻ ചത്തു എന്ന് പറഞ്ഞേക്ക്. നിങ്ങൾക്ക് പറയാം, മാനം കെടാൻ പോകുന്നതേ ഞാനാ. അല്ലെങ്കിൽ തന്നെ 500 കിട്ടാൻ 5000. മനുഷ്യനല്ലെങ്കിലേ പ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. എന്താ വെച്ചാ കാട്ടിക്കോ. $15 ലക്ഷം. ഒറ്റ 10, 100, 1000, 14 ലക്ഷം, 15 ലക്ഷം. എൻ്റെ അക്കൗണ്ടിൽ 15 ലക്ഷം. ആരയച്ച്? ഇനിയിപ്പോൾ ദൈവട്ട് അയച്ചോ? എടി എടി മുത്തേ, ആ ഭാനു ചേച്ചിനോട് പറഞ്ഞേക്ക് നാളെ 12 മണിയാകുമ്പോൾ 500 അല്ല 5000 വേണേ കൊടുക്കാന്ന് പറയും. നിങ്ങൾക്ക് ശരിക്കും ഭ്രാന്തായില്ലേ? ഭ്രാന്ത് നിന്റെ അച്ഛനാടി. ഞാനേ വിനോദ്. നീ പോയി പറയടി. ആ പിന്നെ ഒറ്റ കാര്യം കൂടി, നീ അന്ന് രമണി കൊടുത്തൊരു സാരിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്താ അതിൻ്റെ പേര്? ഓ മറന്നുപോയല്ലോ. അതന്നെ, ചുങ്കിടി തന്നെ, എൻ്റെ ചങ്കിണിയെ. നമ്മളിനി പൊളിക്കും. പിന്നെ എനിക്ക് 1-2 ആളെയും കൂടി വിളിക്കാനുണ്ട്. ഞാൻ ഫോൺ കട്ട് ചെയ്യാം കേട്ടോ. ഒരു 1/2 കിലോ സാധനം വേണല്ലോ. നീ ആദ്യം കഴിഞ്ഞ 2 പ്രാവശ്യത്തെ പൈസ ആദ്യം എന്നാ കൊണ്ടുതരാം. കഴിഞ്ഞ പ്രാവശ്യത്തെ മാത്രമല്ല, ഇപ്രാവശ്യത്തേതും അല്ല. ഇനി എനിക്കൊന്ന് ഫ്രീ ആയിട്ടും തരും. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് തരും. ഇപ്പോൾ 12 മണിക്ക്. നീ എന്താ ആളെ മോയതാക്കുക? അതല്ലടാ, നിന്റെ വിശ്വാസമില്ലെങ്കിൽ എന്റെ പീടിന്റെ താക്കോലെടുത്തോ. ആണി പോലും ഇല്ലാതെ പീടിയല്ലേ. എന്തായാലും വേണ്ടില്ല, ഞാൻ വൈകുന്നേരം വരുമ്പോ കൊണ്ടുവരാം. സമ്പത്തും ഭാഗ്യവും ഒന്നിച്ചു വന്നാൽ സ്വപ്നങ്ങളെല്ലാം. ആ വിനോദേ, നിനക്ക് മധുരമില്ലാത്ത ചായ മാത്രല്ലേ ഇപ്പൊ തരാ. ചായ മാത്രല്ല, നീ നല്ല ചൂടുള്ളൊരു സിംഗിൾ പൊറോട്ടയും പോന്നോട്ടെ. അതെന്താടാ, നിനക്ക് പതിവില്ലാത്തൊരു പൊറാട്ടയൊക്കെ? എനക്ക് വല്ല ലോട്ടറി ഇട്ട് അടിച്ചോ? എല്ലാത്തിനും ശരിയായി തരാം. ആ ഈ വന്നോ, വാ. ഇല്ല, ഈ കൊണ്ടുവന്നില്ലേ? ആ അതൊക്കെ പറഞ്ഞതാടാ. ആ പിന്നെ
എടാ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ പോവാ. അതെന്ത് മാറ്റാടാ? ഞാനറിയാത്തൊരു മാറ്റമോ? അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം. അല്ലെങ്കിൽ വേണ്ട, നാളെ പറയാം. ഈ ഒന്ന് നോക്കി. എടാ നാളെ ഞാൻ എൻ്റെ കടങ്ങളൊക്കെ വീട്ടാൻ പോവാ. ഇന്നെ തെറി വിളിച്ചവരെ കൊണ്ടൊക്കെ ഇന്നെ വിനോദേട്ടാന്ന് ഞാൻ വിളിപ്പിക്കും. എന്ത് വിളിപ്പിക്കും? വിനോദേട്ടാന്ന്. അതാണ്. എടാ ഇതിൻ്റെ ചങ്കുകളെടാ ചങ്ക്. അന്ന് ഇതിൻ്റെ ക്ലാസ്മേറ്റാണ്, ഇപ്പം ഇതിൻ്റെ ക്ലാസ്മേറ്റാ. അതിൻ്റെ എല്ലാ പ്രോബ്ലവും ഞാൻ തീർക്കും. അതിനൊക്കെ എത്ര ക്യാഷ് വേണമെന്ന് പറഞ്ഞാൽ മതി. ടെൽ മീ. നോ നോ നോ, പണം കൊണ്ട് നീ എന്നെ അളക്കരുത്. സതീശൻ വിളിച്ചത് ഓളെ ഞാൻ വിളിച്ചത് ലക്ഷ്മിയും കൂട്ടിയിലാണ് പോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അയച്ച അത് ഓളിനോട് പറയുകയും ചെയ്ത. അത് ഇവിടെ ഓളെ എന്തൊക്കെ ഞാൻ ലക്ഷ്മി ഒന്നിനോട് പറഞ്ഞു. ഹലോ, ഒന്ന് വേഗം വാ. ഇന്ന് ഇവിടെ ഈ ഷോപ്പിൽ ഇരുത്തിട്ട് വേണമെങ്കിൽ ബാങ്ക് പോവാൻ. സാരിയുടെ കാര്യം മറക്കല്ലേ. അതൊക്കെ ശരിയാക്കാന്ന്, നീ വേഗം വാ. ഓക്കെ. एक सौ प्लेट है क्या? 100 प्लेट मिलेगा? 100 प्लेट मिलेगा? नहीं क्या ये पागल है, तुमका दुकान ओपन करने के लिए इसमें कुछ भी नहीं है कि पागल है? निकाल कर आना भाई इधर काम करने के लिए, क्या है? ഹലോ. ആ പിന്നല്ലേ, ഇപ്പം അങ്ങോട്ട് വരണ്ട കേട്ടോ, ഞാൻ തിരിച്ച് വിളിക്കാം. ബാനച്ചിനോട് എന്നെ പണയത്തിനെടുത്തോളാൻ പറയും. ഹലോ, ബാങ്ക് മാനേജറല്ലേ? സാർ, ഇന്നലെ എൻ്റെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം റുപ്യ വന്നിട്ടേ, ഇന്നത് പോയി. ആ വിനോദൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു. അതൊരു ടെക്നിക്കൽ എററാ, അതുകൊണ്ടാണ് അങ്ങനെ വന്നതും പോയതും. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ആ പിന്നെ ആ ലോണിലേക്കുള്ള അടവ് മുടങ്ങിണ്ട്, അത് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം. ഒരു ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷം. മൂന്ന് ലക്ഷം എനിക്ക് തായ്ലാൻഡ് പോയ. 1 ലക്ഷം ചൊറക്ക് കൊടുക്കുക. 2 ലക്ഷം എൻ്റെ ആധാരം ബാങ്കിലടയ്ക്കുക. 1 ലക്ഷം ഭാനുവിന് കൊടുക്കുക.
അല്ലെങ്കിൽ ബാനുവിന് കൊടുക്കണ്ട, ഓളെ ഞാൻ അറിയുന്ന ആളല്ലേ. ഡ്യൂ ടു ടെക്നിക്കൽ എറർ ഭൂമിയിൽ എല്ലാം ഡാറ്റ മാത്രമായി. ഓരോ മനുഷ്യനും അക്കങ്ങളും അക്ഷരങ്ങളും ചേർന്ന ഒരു ഡാറ്റ കഷ്ണം, വെറുമൊരു എലമെന്റ് ഓഫ് ഡാറ്റ. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഇത്രമാത്രം. നിങ്ങളുടെ സ്വന്തം ദൈവം.